ഈ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അമ്മ മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എന്താ ഹോസ്പിറ്റലിൽ വെച്ച് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നില്ലേ? അതായത് വീട്ടിൽ നിന്നുള്ള പ്രസവം എന്ന് പറയുന്നത് അവരുടെ ചോയ്സ് ആണ്. അതിനെ ഞാൻ പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല. പക്ഷേ ഒരു പ്രസവത്തിന് സീരിയസ് ആയിട്ടുള്ള പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് അമ്മയുടെ ജീവൻ, രണ്ടാമത് കൊച്ചിൻ്റെ ജീവൻ, പിന്നെ പ്രസവ സമയത്ത് സംഭവിക്കുന്ന ഒരു 5 പ്രധാന കോംപ്ലിക്കേഷൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങളിൽ എത്ര പേര് ഒരു പ്രസവം, അതായത് ഡെലിവറി നേരിട്ട് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ പല ഡെലിവറികളും ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. ഒന്ന് പോസ്റ്റ്മോർട്ടം ഹെമറേജ്, പ്രസവത്തിന് ശേഷം PPH എന്ന് പറയുന്ന ബ്ലീഡിംഗ് ഉണ്ടാകും. ഇത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ബ്ലീഡിംഗ് കാരണം BP ലോ ആയിട്ട് അമ്മ മരണപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത് യൂട്രൈൻ റപ്ചർ, പ്രസവ സമയത്ത് ഗർഭപാത്രം പൊട്ടിയിട്ട് അമ്മ മരണപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ കൊച്ചിന് ഫീറ്റൽ ഡിസ്ട്രസ്, കൊച്ചിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ കൊച്ചു മരണപ്പെടും. അതുപോലെ തന്നെ കോഡ് പ്രൊലാപ്സ്, ഷോൾഡർ ഡിസ്റ്റോഷ്യ, ഇതൊക്കെ കുട്ടിയെ വൈകല്യത്തിലേക്കും കൊച്ചിൻ്റെ മരണത്തിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാർ, അതേപോലെ തന്നെ വെറും മിനിറ്റുകൾക്കുള്ളിൽ കോംപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള പ്രസവം ചൂസ് ചെയ്യാൻ പറ്റും.